നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. പുതിയൊരു എപ്പിസോഡുമായി ഇതാ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. കൂട്ടുകാരെ വീണ്ടും കണ്ടുമുട്ടിയതിൽ വളരെ സന്തോഷം. വെൽക്കം എവരിബഡി. നല്ല മനസ്സുകൾ ഉണ്ടാകുന്നത് നല്ല കാഴ്ചകൾ ലഭിക്കുമ്പോഴാണ്. നല്ല കാഴ്ചകളോ നല്ല നല്ല ആശയങ്ങൾക്കനുസരിച്ച് ചിട്ടപ്പെടുത്തുമ്പോഴാണ്. മണ്ണിനെ മനോഹരമാക്കണമെന്ന ആശയം നല്ല പൂന്തോട്ടം ഉണ്ടാക്കുന്നു. പേരിനെ മനോഹരമാക്കണമെന്ന ആശയം നല്ല പ്രവൃത്തികൾ സൃഷ്ടിക്കുന്നു. നല്ല ആശയങ്ങൾ നല്ല കഥകളിലൂടെ നമുക്ക് ലഭിക്കും. നല്ല കഥകൾ നല്ല കാഴ്ചകൾ നമുക്ക് നൽകും. ഇതാ നോക്കൂ, കാട്ടിലെ കൂട്ടുകാർ. मेरे अंगने में तुम्हारे नाम है, मेरे अंगने में तुम्हारे नाम है, जो है नाम वाला. ഇന്നത്തെ ദിവസം അടിച്ച് പൊളിക്കും. കളിക്കാൻ ആരൊക്കെ ഉണ്ടാകുമോ? നാം വാല नाम है, मेरे अंगने में, मेरे अंगने में, मेरे अंगने में तुम्हारा नाम है. കൈയൊന്നും പഴയ പോലെ ചോട്ടാൻ പറ്റുന്നില്ല. ഇന്ന് ഞാൻ സെഞ്ചുറി അടിക്കും. എല്ലാ പന്തും അതിർത്തി കടത്തും. ഇന്ത്യയും ഇംഗ്ലയും തമ്മിലുള്ള കളി കണ്ട് നന്നായി. അടിച്ച് പൊളിച്ച് കളിക്കുന്ന ധോണിയെ പോലെ ഞാൻ സുന്ദരമായി കളിക്കും. അതാണ് ഇന്നത്തെ കളി. മോട്ടുവിന്റെ വഴി പോകാം. അവള് വരുന്നുണ്ടെങ്കിൽ വിളിക്കാലോ. ഓഹോ, വീരപാണ്ടിക്കോട്ടയിലെ മിന്നടിക്കും വേളിയിൽ ഇന്ദതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഇന്ദതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. ഇവന്റെ ഒരു കാര്യം, ഈ സർക്കാർ ഫൗണ്ടനിൽ ഒന്ന് കുളിക്കാൻ പോകുമ്പോഴാ അവന്റെ ഒരു വരവ്. മോട്ടു കളിക്കാൻ പോരുന്നോ? ഇല്ല കപിൽ, ഞാൻ കുളിക്കാൻ പോവാ. കണ്ടില്ലേ, വനമന്ത്രി വക ഫ്രീ ഫൗണ്ടനാ. കുറച്ചു നേരം കളിച്ചിട്ട് കുളിക്കാൻ മോട്ടു. അപ്പോഴേക്ക് ഈ പൈപ്പ് ലൈൻ നന്നാക്കിയാലോ? ഇല്ല കപിലെ, നീ പോക്കും. വന്ന മോട്ടു എന്നാലും വെട്ടിക്കെട്ട് ബാറ്റിംഗ് കാണാം. അതെയോ? ആരാ ബാറ്റ്സ്മാൻ? അത് പിന്നെ ഞാൻ തന്നെ. കപിലോ? എങ്കിൽ ഞാൻ വരുന്നില്ല. ആദ്യ ബോളിൽ പുറത്താകുന്നത് കാണാൻ വയ്യ. കപിലൊന്ന് ചുമ്മാതല്ല വിളിക്കുന്നത്. പിന്നെ മോട്ടു വരുന്നില്ലെങ്കിൽ വേണ്ട, ബാക്കി ആളുകളെ എനിക്ക് വേണ്ടി കാത്തു നിൽക്ക. എങ്കിൽ ചെല്ല്, ഡെക്കടിക്കുന്നത് കാണാൻ ആളുകൾ ക്യൂ. പിന്നെ ഒന്ന് പോ മോട്ടു. എനിക്കിത് സഹിക്കാൻ വയ്യേ. ഈ കപിലിനെ കാണുന്നില്ലല്ലോ. ഇവനിത് എന്തെടുക്കുവാ? ഇനി മറന്നുപോയോ ആവോ? അവനോ കളിക്കാൻ വരാനോ? കളിന്ന് പറഞ്ഞ അവന് ജീവനാ. ഇനി വഴിയിൽ എന്തേലും പ്രശ്നം ഉണ്ടായി കാണുവോ? കപിലല്ലേ ആള്. നമുക്കൊന്ന് പോയി നോക്കിയാലോ? അതിന് എവിടാന്ന് വെച്ചാ നമുക്ക് ഈ വഴിയിലൊന്ന് പോയി നോക്കാം. വീലി പോയി നോക്ക്. ഞാൻ വീട്ടിൽ പോയി വല്ലതും കഴിച്ചിട്ട് വരാം. ഇത്രയും നേരമായിട്ടും ഭക്ഷണം കഴിച്ചിട്ടില്ലേ? ഇല്ലെന്നേ, ട്യൂഷൻ കഴിഞ്ഞ് ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു. ഞാൻ വരാൻ വൈകിയ നിങ്ങൾ കളി തുടങ്ങിക്കോ. എന്നാ ശരി.
വേഗം പൊക്കോ. മക്കളെ, നിങ്ങളെ പറ്റിച്ച് കപിൽ വീട്ടിലിരിക്കുന്നുണ്ടാകും. ഇല്ല സാർ, കപിൽ കളിക്കാൻ വരുന്നത് ആ മോട്ട് കണ്ടതാണ് നീ. അതെ സാർ, കപിൽ വരുമ്പോ അവന്റെ കയ്യില് ബാറ്റ് ഉണ്ടെന്നാ മോട്ട് പിന്നെ കപിൽ എവിടെ പോയി? അത് നമ്മുടെ കപിലിന്റെ നിലവിളിയല്ലേ? ശരിയാണല്ലോ, കപിലിന്റെ സൗണ്ടാ അത്. കപിലിനെന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട്. വാ, നമുക്ക് വേഗം പോയി നോക്കാം. വാ, വരൂ വരൂ. ഒന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. വള്ളിപ്പൂതന്നെ പിടിക്കാൻ പറ്റേ. അയ്യോ അയ്യോ അയ്യോ, ആര് കാണുന്നില്ലല്ലോ. അയ്യോ 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 അയ്യോ. കപിലല്ലേ ആ വരുന്നത്? എന്തോ പറ്റിയിട്ടുണ്ട്. കപിൽ, കപിൽ, എന്താ കപിൽ, എന്താ എന്താ പറ്റിയത്? നീ കിടക്കാതെ കാര്യം പറ കപിൽ. എന്താ കപിലേ, എന്താ പറ്റിയെന്ന് പറ. എന്തോ കണ്ട് പേടിച്ചതാണെന്നാ തോന്നുന്നത്. കപിൽ, എടാ കപിൽ. ഭൂതം. എന്താ എന്താ കപിൽ പറയുന്നത്? കപിലേ, കപിലേ, എന്താ എന്താന്ന് പറ. കപിൽ, ഇവൻ എന്തോ കണ്ട് പേടിച്ചതാ. കപിൽ, കഷ്ടം, എനിക്ക് പേടിയാവുന്നു. ഇവൻ എന്തു പറ്റിയാവോ? കപിലിനെ എഴുന്നേൽപ്പിക്കൂ. പതുക്കെ പതുക്കെ. അങ്ങനെ. കപിൽ, എന്താ എന്താ സംഭവിച്ചത്? നിനക്ക് എന്താ പറ്റിയത്? പറയൂ, പേടിക്കാതെ. ഞാൻ കളിക്കാൻ വരുന്ന വഴിക്ക് ഭൂതത്തെ കണ്ടു. ഭൂതം? ഭൂതാവോ? അതെ, ഭൂതം. വള്ളിഭൂതം. വള്ളിഭൂതം. വള്ളിഭൂതം? ഞാൻ കാട്ടിലൂടെ കളിക്കാൻ വരുമ്പോ എന്നെ കാലിൽ വള്ളിഭൂതം പിടിച്ചു സാർ. കപിൽ എന്തൊക്കെയായി പറയുന്നത്? കാലിൽ വള്ളിഭൂതം പിടിച്ചെന്ന്? സത്യമാ ഞാൻ പറയുന്നത്. വള്ളിഭൂതം എന്നെ തള്ളി താഴെയിട്ടു. ഞാൻ അവിടുന്ന് ഒരു വിധത്തില ഓടി രക്ഷപ്പെട്ടത് സാർ. വള്ളിഭൂതം. എങ്കിൽ ഭൂതത്തെ കണ്ട സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോയാ? ഭൂതമൊന്നും ഇല്ല കപിൽ, നിനക്ക് തോന്നുന്നതാ. സത്യാവസ്ഥ എന്താണെന്ന് അറിയാമല്ലോ. വാ പപ്പീസേ, നമുക്ക് അവിടം വരെ ഒന്ന് പോകാം. നിങ്ങൾക്ക് എന്താ ഭയമുണ്ടോ? എങ്കിൽ വാ, നമുക്ക് കപിലിനെയും കൂട്ടി അവിടം വരെ ഒന്ന് പോകാം. ഞങ്ങളൊക്കെ കൂടെ ഈ വാ, നടക്കൂ. അങ്ങനെ പേടിക്കാതെ. കുറെ നേരമായല്ലോ കപിൽ നടക്കുന്നു. എവിടെയാ ഭൂതത്തെ കണ്ടതെന്ന് പറഞ്ഞത്? ഓഹോ, എങ്കിൽ നമുക്ക് അവിടെ പോയി. എനിക്ക് പേടിയാ സാറേ. നടക്ക് വേഗം. ഇവിടെയാണ് കപിലേ. ഇവിടെ ഇവിടുന്ന് എന്നെ ഭൂതം പിടിച്ചത്. ഓഹോ, ഇവിടുന്ന്? അതെ സാറേ, ഞാൻ വീണപ്പോ എന്റെ കയ്യിൽ നിന്ന് തെറിച്ചു വീണതാ ഇതൊക്കെ. വള്ളിഭൂതം കൊള്ളാം. ഓ ഓ, കപിൽ, ഇത് കണ്ടോ? ഇതാണ് നീ പറഞ്ഞ വള്ളിഭൂതം. എന്താ ഈ പറയുന്നത്? ഇതോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇതാണ് നിന്നെ വീഴ്ത്തിയ വള്ളിയെന്ന് മനസ്സിലായോ? അപ്പോ ഇതാണ് എന്റെ കാലിൽ കുടുങ്ങിയതല്ലേ? എനിക്ക് പറ്റൊരു അബദ്ധേ. ഓഹോ, സത്യം പറ, സത്യത്തിൽ എന്താ സംഭവിച്ചത്? അത് പിന്നെ സാറേ, ഞാനേ പിന്നെ എന്തോ മറച്ചു വെക്കുന്നുണ്ട്. എന്നോട് സത്യം പറയൂ. അത് സാർ, ഞാൻ പിന്നെ കാര്യം പറയൂ. ഞാന് കളിക്കാൻ വരുന്ന വഴിക്ക് കോവറേട്ടനെ കണ്ടു. എന്നിട്ട്? പറയാം സാർ, ഞാൻ എല്ലാം പറയാം.
കപിലല്ലേ? കപിൽ വളരെ സന്തോഷത്തിലാണല്ലോ കപിൽ. കളിക്കാൻ ഇറങ്ങിയതാണല്ലേ? ഇന്ന് ഞാനൊരു സെഞ്ചുറി പൂശാനാ പോകുന്നത്. ശരി ശരി, എങ്കിൽ വേഗം ചെല്ല്, കൂട്ടുകാർ കാത്തു നിൽക്കുന്നുണ്ടാകും. ശരിയാണ് കവരട്ടെ, കറക്റ്റ്. ഞാൻ മോട്ടിന് വീട്ടിൽ പോയി അല്പം വൈകി, വേഗം പോകട്ടെ. അല്ല, ഇത്രയും ഫ്രൂട്ട്സും ബിസ്ക്കറ്റുമായിട്ട് എന്താ വിശേഷം? അത് പിന്നെ വീട്ടിൽ വിരുന്നുകാരുണ്ടെന്നേ, എന്താ ഞാൻ പോകട്ടെ. കൊള്ളാലോ. ഓഹോ, നല്ല ഓറഞ്ചും പഴവും ബിസ്ക്കറ്റും തട്ടിപ്പറിച്ച് ഓടിയാലോ. ശരിയാ, നല്ല വിശപ്പ്, ആലോചിക്കാൻ ഒന്നുമില്ല. കപിൽ കപിൽ, നീ എന്ത് പണിയാ കാണിക്കുന്നത്? അതൊക്കെ താടാ. എന്തായി കാണിക്കുന്നത്? അതൊക്കെ തരുന്നത് നിനക്ക് നല്ലത്. വള്ളിമൂതം തന്നെ പിടിക്കും കേട്ടോ. നിന്നെ വള്ളിമൂതം പിടിക്കട്ടെ. ഫ്രൂട്ട്സ് കുടുങ്ങിയെന്ന് തോന്നുന്നേ. ആരെന്റെ കാല് പിടിച്ചു വലിക്കുന്നത്? ഓ, നേരത്തെ പറഞ്ഞ വള്ളിമൂതായിരിക്കുമോ? അയ്യോ എന്റെ കാല്, ആരെങ്കിലും ഓടി വരണേ. അയ്യോ അയ്യോ, എന്റെ കാല് വള്ളിമൂത പിടിച്ചേ. അയ്യോ അയ്യോ അയ്യോ, ആരെങ്കിലും ഓടി വരണേ, എന്നെ രക്ഷിക്കണേ. അയ്യോ എന്റെ മൂത പിടിച്ചേ. അയ്യോ അയ്യോ അയ്യോ, എന്റെ അമ്മോ, എന്റെ വള്ളിമൂത പിടിച്ചേ. എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്നെ രക്ഷിക്കണേ. സത്യത്തിൽ ഇതാ സാർ സംഭവിച്ചത്. ഓഹോ, അപ്പോ കോവറച്ചേട്ടന്റെ സാധനം മോഷ്ടിച്ച ടെൻഷനിൽ ഓടുന്നതിനിടയിലുള്ള വീഴ്ചയിൽ കപിലിന്റെ സമനില തെറ്റി. കപിൽ പേടിച്ചു അല്ലേ? കപിൽ, നീ ചെയ്തത് തെറ്റാ, പൊറുക്കാൻ പറ്റാത്ത തെറ്റ്. നിന്റെ മനസ്സിൽ അത് തോന്നുന്നത് കൊണ്ടാണ് നീ പേടിച്ചു പോയത്. മനസ്സിലായി സാർ. മോനെ, അന്യന്റെ മുതൽ അപഹരിക്കുന്നത് തെറ്റാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഇല്ലേ? ഓ സാർ, ദൈവവചനം നമുക്ക് ശരിയായ വഴി കാണിക്കുമെന്ന് എനിക്ക് മനസ്സിലായി സാർ. മക്കളെ, ദൈവം നമ്മളെ സൃഷ്ടിച്ചത് മറ്റുള്ളവരുടെ വിഷമത്തിൽ അവരോടൊപ്പം ചേരുന്ന, അവരുടെ വേദനകളിൽ അവരെ സാന്ത്വനിപ്പിക്കുന്ന നല്ല മക്കളായിട്ടാ. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ദൈവത്തിന്റെ നല്ല മക്കളായി ജീവിക്കാൻ ശ്രമിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കാണുന്ന കഥകളിലെ സാരാംശം കുറിച്ചാൽ പുതിയ കഥയ്ക്കുള്ള ത്രെഡ് ആകും. പുതിയ കഥകളായാൽ കാട്ടിലെ കൂട്ടുകാർക്ക് പ്രയോഗിക്കാം. എന്നാൽ ഇപ്പോൾ ദേവസി സാറിന്റെ നിറപ്രയോഗമാണ്. നിറങ്ങളിലൂടെ ഒരു ബൈബിൾ കാഴ്ച കാണാം. ചിത്രശാല. പ്രിയ കൊച്ചു കൂട്ടുകാർക്ക് ചിത്രശാലയിലേക്ക് സ്വാഗതം. വന്ധ്യയായ മനോബായുടെ ഭാര്യയ്ക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന ഒരു ഭാഗമാണ് ഇന്നിവിടെ വരയ്ക്കുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. സാംസന്റെ ജനനം. ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്തു. അവിടുന്ന് അവരെ 40 വർഷത്തേക്ക് ഫിലിസ്തീനരുടെ കൈകളിൽ ഏൽപ്പിച്ചു. സോറായിൽ ദാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരാൾ ഉണ്ടായിരുന്നു. അവന്റെ ഭാര്യ വന്ധ്യയായിരുന്നു. അവൾക്ക്
മക്കളില്ലായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അതുകൊണ്ട് നീ സൂക്ഷിക്കണം. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത്. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്. അവൻ ജനനം മുതൽ ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. അവൻ ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിക്കാൻ ആരംഭിക്കും. അവൾ ഭർത്താവിനോട് പറഞ്ഞു, ഒരു ദൈവപുരുഷൻ എൻ്റെ അടുത്ത് വന്നു. അവൻ്റെ മുഖം ദൈവദൂതൻ്റേതുപോലെ പേടിപ്പെടുത്തുന്നതാണ്. എവിടെ നിന്ന് വരുന്നു എന്ന് അവനോട് ഞാൻ ചോദിച്ചിട്ടില്ല. അവൻ പേര് പറഞ്ഞതുമില്ല. അവൻ എന്നോട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും ഭക്ഷിക്കുകയുമരുത്. ബാലൻ ആജീവനാന്തം ദൈവത്തിന് നാസീർ വ്രതക്കാരനായിരിക്കും. മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിനു വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ. മനോവയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. വയലിൽ ആയിരിക്കുമ്പോൾ ദൈവദൂതൻ വീണ്ടും സ്ത്രീയുടെ അടുത്ത് വന്നു. ഭർത്താവായ മനോവ അവളോട് കൂടെ ഉണ്ടായിരുന്നില്ല. അവൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്ന ആൾ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. മനോവ എഴുന്നേറ്റ് ഭാര്യയുടെ പിന്നാലെ ചെന്ന് അവനോട് ചോദിച്ചു, ഇവളോട് സംസാരിച്ചവൻ നീയോ? അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ മനോവ ചോദിച്ചു, നിന്റെ വാക്കുകൾ നിറവേറുമ്പോൾ ബാലന്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം? അവൻ എന്താണ് ചെയ്യേണ്ടത്? കർത്താവിൻ്റെ ദൂതൻ മനോവയോട് പറഞ്ഞു, ഞാൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ. മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത്. വീഞ്ഞോ ലഹരി പദാർത്ഥമോ കുടിക്കരുത്. അശുദ്ധമായതൊന്നും തിന്നുകയും അരുത്. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം. മനോവ കർത്താവിൻ്റെ ദൂതനോട് പറഞ്ഞു, ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുന്നത് വരെ നിൽക്കണമേ. കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞു, നീ പിടിച്ചു നിർത്തിയാലും നിന്റെ ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല. എന്നാൽ നീ പാകം ചെയ്യുന്നെങ്കിൽ അത് കർത്താവിന് ദഹനബലിയായി അർപ്പിക്കുക. കർത്താവിൻ്റെ ദൂതനാണ് അവനെന്ന് മനോവ അറിഞ്ഞിരുന്നില്ല. അവൻ കർത്താവിൻ്റെ ദൂതനോട്, നിന്റെ പേര് എന്ത്? നീ പറഞ്ഞത് സംഭവിക്കുമ്പോൾ ഞങ്ങൾ നിന്നെ ബഹുമാനിക്കണമോ
എന്ന് പറഞ്ഞു. ദൂതൻ അവനോട് ചോദിച്ചു, എൻ്റെ പേര് അത്ഭുതകരമായിരിക്കെ നീ അത് ചോദിക്കുന്നത് എന്തിന്? അപ്പോൾ മനോവ ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് ധാന്യബലിയോട് കൂടെ അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് പാറപ്പുറത്ത് വെച്ച് അർപ്പിച്ചു. ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു. കർത്താവിൽ ആശ്രയിച്ച മനോബായ്ക്കും ഭാര്യയ്ക്കും ഒരു ആൺകുഞ്ഞ് ജനിച്ചു. അവന് അവർ സാംസൺ എന്ന് പേരിട്ടു. ഇതുപോലെ കർത്താവിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് കൈവിടില്ല എന്ന് ഈ ചിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് ദേവസി സാറിന്റെ ചിത്രരചനകൾ പ്രോത്സാഹനമാകുന്നുണ്ടോ? എങ്കിൽ ഇങ്ങോട്ട് അയക്കുക. ചിത്രങ്ങൾ മാത്രമല്ല, നേരത്തെ പറഞ്ഞ കഥകളും. അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ഷാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ഇനിയും ഒരു എപ്പിസോഡുമായി വരുന്നത് വരെ പരസ്പരം ഓർമ്മിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും. നന്ദി.